ഇന്ത്യയിൽ സിഖ് തീവ്രവാദം വീണ്ടും തലപൊക്കുകയാണോ? ഏറ്റവും ഒടുവിലത്തെ സംഭവം, അതായത് കങ്കണ റണാവത്തിനെ ഹിമാചൽ പ്രദേശ് ജയിച്ച BJP സ്ഥാനാർത്ഥിയും സിനിമാ നടിയുമായിരുന്ന കങ്കണ റണാവത്തിനെ MP ആയി ജയിച്ച് അവർ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വരാനുള്ള യാത്രാമധ്യേ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് CISF ഉദ്യോഗസ്ഥ ആക്രമിക്കുന്നു. ആരാണ് ഈ CISF ഉദ്യോഗസ്ഥ? കൺവീന്ദർ സിംഗ് കൗർ. അവര് പറയുന്നത് കർഷക സമരത്തിൽ അവരെ അമ്മ പങ്കെടുത്തു, അങ്ങനെയുള്ള കർഷക സമരത്തിൽ പങ്കെടുത്ത ആളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു CISF ഉദ്യോഗസ്ഥ ഒരു യാത്രക്കാരിയെ, പ്രത്യേകിച്ച് MP മർദ്ദിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് സിഖ് തീവ്രവാദമാണ് ഇതിന്റെ പിറകിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ സിഖ് തീവ്രവാദം വീണ്ടും തലപൊക്കുകയാണോ? ഒരു 80കളിലും 90കളിലും പഞ്ചാബിലെ ഗ്രസിച്ചിരുന്ന സിഖ് തീവ്രവാദം, അപ്പൊ അതിനെതിരായിട്ട് രാഷ്ട്രീയമായ വിജയം നമ്മൾ നേടി. സിഖ് തീവ്രവാദം ഒറ്റപ്പെട്ടു. സിഖ് ജനസാമാന്യത്തെ അവർക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ല. അന്താരാഷ്ട്ര സഹായങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും കനഡയിലും മറ്റ് പല രാജ്യങ്ങളിലും സിഖ് തീവ്രവാദം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഖലിസ്ഥാൻവാദികൾക്ക് സമാനമായ ഖലിസ്ഥാൻവാദത്തിന്റെ ബന്ധമുള്ള സംഘടനകൾ അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു തീവ്രവാദം ശക്തിപ്പെടുന്ന സമയത്ത് ഇന്ത്യയിലും അത് ശക്തിപ്പെടുകയാണോ എന്ന സംശയമാണ് നമുക്ക് ഉളവാകുന്നത്. ഇപ്പൊ പഞ്ചാബിലെ ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നമായി വന്നിരിക്കുന്നത് മയക്കുമരുന്നിന്റെ പ്രശ്നമാണ്. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകളും പൊതുസമൂഹവും ഒക്കെ പരാജയപ്പെടുന്നു. ഈ സമയത്ത് തന്നെയാണ് സിഖ് തീവ്രവാദവും വരുന്നത്. ഈ സിഖ് തീവ്രവാദം ഇന്ത്യയിൽ കഠിനമായി നിൽക്കുന്ന സമയത്താണ് അതിനുവേണ്ടി നമ്മുടെ ഭരണകൂടം മുഴുവൻ ശക്തിയും ഉപയോഗിക്കുന്ന സമയത്താണ് കാശ്മീരിലൊക്കെ ഭീകരവാദങ്ങൾ, മുസ്ലിം ഭീകരവാദം അല്ലെ പാകിസ്ഥാൻ അനുകൂലമായ ഭീകരവാദം, സെപ്പറേറ്റിസം ഒക്കെ വന്നിരുന്നത്, വിഘടനവാദങ്ങളൊക്കെ വന്നിരുന്നത്. ഇപ്പം സിഖ് തീവ്രവാദം നമ്മൾ നാമാവശേഷമായി എന്നാണ് കരുതിയെങ്കിലും അത് തലപൊക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം അതുകൊണ്ടാണ് കങ്കണ റണാവത്തിന് നേരായിട്ടുള്ള ഒരു ആക്രമണം നടക്കുന്നത്. അപ്പൊ ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അപ്പൊ പക്ഷെ ഇതിനെയും ന്യായീകരിക്കാൻ പല സംഘടനകളും അല്ലെങ്കിൽ പല മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു MP, ഒരു എലക്റ്റഡ് MP, അവർ BJP-കാരിയായി എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു MP-യെ ഒരു CISF ഉദ്യോഗസ്ഥ, ഡ്യൂട്ടിയിലിരിക്കുന്ന CISF ഉദ്യോഗസ്ഥ ആക്രമിക്കുന്ന സമയത്ത് അതിനെ ഭംഗ്യന്തിരേണ ന്യായീകരിക്കാൻ വരെ നമ്മുടെ പല മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പിറകിലെ ചേതോവികാരം എന്താണ്, അവരുടെ അമ്മയുടെ പരാതി എന്താണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അതൊരിക്കലും ന്യായീകരിക്കുന്ന ഒരു കാര്യങ്ങളല്ല. കാരണം എന്ത് തന്നെ ഒരാൾക്ക് ഗ്രീവൻസ് ഉണ്ടെങ്കിലും ഒരാൾ ഡ്യൂട്ടിയിലിരിക്കെ അയാൾ സേവിക്കാൻ ബാധ്യതപ്പെട്ട ഒരു വിഭാഗത്തെ, ആ ജനങ്ങളിൽ അല്ലെങ്കിൽ യാത്രക്കാരെ അത് MP ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ആക്രമിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരാളെ ഐഡന്റിഫൈ ചെയ്ത് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട CISF-ന്റെ ക്രെഡിബിലിറ്റി തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ മേഖലകളിലേക്കും തീവ്രവാദികൾക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പം ഇതിന് സമാനമായിട്ട് നമുക്ക് കാണുന്ന വസ്തുതകൾ എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ ഇലക്ഷനാണ്. പഞ്ചാബിലെ ഇലക്ഷനിൽ 13 സീറ്റുകളിലാണ് പഞ്ചാബിലെ ലോക്സഭാ ഇലക്ഷൻ നടന്നത്. ആ 13 സീറ്റിൽ 7 കോൺഗ്രസ് ജയിച്ചു, 3 ആം ആദ്മി പാർട്ടി ജയിച്ചു, 2 ജയിച്ചിരിക്കുന്നത് തീവ്രവാദികളാണ്, അതായത് സ്വതന്ത്രന്മാരായ ആളുകളാണ്. ഒന്നാമതായി ജയിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന സിഖ് തീവ്രവാദി, അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്ന ബിയാൻ സിംഗ്. അദ്ദേഹത്തെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ സിഖ് തീവ്രവാദികളുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായിട്ട് ജയിച്ചിരിക്കുന്നു ഫരീദ് കോട്ടിൽ നിന്ന്. അതേപോലെ തന്നെ മറ്റൊരാൾ സിഖ് തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള അമൃതപാൽ സിംഗ്, അദ്ദേഹം ജയിച്ചിരിക്കുന്നത് പഞ്ചാബിലെ ഗഡൂർ സാഹിബ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ്. 2 ലക്ഷത്തോളം വോട്ടിനാണ് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നത്. ഫരീദ് കോട്ടില് ബിയാൻ സിംഗിന്റെ മകൻ സർജ് സിംഗ് ഖൽസ, അദ്ദേഹം തോൽപ്പിച്ചിരിക്കുന്ന ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സിഖ് തീവ്രവാദികൾക്ക് ഇലക്ഷനിൽ ജയിക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ കാശ്മീരിൽ റാഷിദ് പറയുന്ന ആള് ബരാമുള്ളയിൽ ജയിച്ചിരിക്കുന്നു. അദ്ദേഹം തോൽപ്പിച്ചിരിക്കുന്നത് ഒമർ അബ്ദുള്ളയാണ്. അപ്പൊ അദ്ദേഹം ഒരു തീവ്രവാദിയാണ്, ജയിലിൽ കിടക്കുന്ന ആളാണ്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന തീവ്രവാദികൾക്ക് ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗുരുതരമായ ഒരു കാര്യം. അപ്പൊ അവർക്ക് ജനകീയ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം മറ്റെല്ലാ രംഗങ്ങളിലും രാജ്യം പുരോഗമിക്കുന്ന സമയത്ത് മത തീവ്രവാദികൾ വീണ്ടും തഴച്ചു വളരുകയാണ്. ഒരു കാലഘട്ടത്തിൽ പഞ്ചാബിൽ ഇല്ലാതായ സിഖ് തീവ്രവാദം, ആ സിഖ് തീവ്രവാദം വീണ്ടും മുളച്ചു പൊങ്ങുന്നു. അതിനെ ഒരു പക്ഷേ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി രഹസ്യമായി സഹായിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം അതിന് ഈ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തീവ്രവാദികളെ സഹായിക്കുന്നു എന്നുള്ള ഒരുപാട് അവർക്ക് ധനസഹായം നൽകിയെന്ന് അവർ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ
കാശ്മീരിൽ ഇലക്ഷൻ പ്രോസസ്സൊക്കെ തിരിച്ചു വന്നു. നേരത്തെ ആരും വോട്ട് ചെയ്യാൻ പോയിരുന്നില്ല, തീവ്രവാദികൾ വോട്ട് ചെയ്യാൻ പോയിരുന്നില്ല, അവർ വോട്ട് ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇപ്പം കാശ്മീരിൽ ജനകീയ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ വന്നതോടുകൂടി ഇപ്പം തീവ്രവാദത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ UAPA കേസിൽ കിടക്കുന്ന ഒരാള്, അദ്ദേഹം തോൽപ്പിക്കുന്നത് ഒമർ അബ്ദുള്ളയാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും കാശ്മീരിലെ മുഖ്യമന്ത്രിയൊക്കെയായിരുന്ന നാഷണൽ കോൺഫറൻസ് നേതാവിനെയാണ് തോൽപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ തീവ്രവാദികൾ കാശ്മീരിലും പഞ്ചാബിലും ജയിച്ചു വരുന്നു എന്നുള്ളത് വളരെ ഒരു ഭീകരമായ അവസ്ഥയാണ്. ഇതിനെ നഖശിഖാന്തം എതിർക്കുക, സാമൂഹ്യമായും പൊളിറ്റിക്കലായിട്ടും ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ രക്ഷിച്ചെടുക്കാനുള്ള ചില ശ്രമങ്ങളാണ് നമ്മളെ പല മാധ്യമങ്ങളും ചെയ്യുന്നത്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ അപകടകരമായ ആത്മഹത്യാപരമായ സമീപനമാണ് എടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ.